എന്റെ സ്ലീവാച്ചനെ കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഡെയിലി വെള്ളം ഒഴിക്കുന്നത് കാണുന്നതുകൊണ്ടായിരിക്കാം. കുടിക്കാൻ കൊടുത്ത കുപ്പിയിലെ വെള്ളം കൊണ്ട് ദേണ്ടെ ആൾ ആ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ചിരിയും സങ്കടവും കൗതുകവും ഒക്കെ വന്നു കേട്ടോ. എന്തോ ഒരു ക്യൂട്ട്നെസ് തോന്നിയോണ്ടാണ് ഞാനത് വീഡിയോ ആക്കി എടുത്ത് വെച്ചത് കേട്ടോ. ഇതൊക്കെ പിന്നീട് ഇവരെ കാണിച്ചു കൊടുക്കാലോ. സാധാരണ രീതിയിൽ സുബിൻ പോകുന്നതിന് മുമ്പ് കുക്കിംഗ് ഒക്കെ തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് പറ്റിയില്ല കേട്ടോ. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഇവൻ എൻ്റെ ചുറ്റീന്ന് മാറത്തില്ല കേട്ടോ. അതാണ് പ്രശ്നം. ഇതിൻ്റെ ഇടയ്ക്ക് അവന് ചെറിയൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് സാധാ ഓംലേറ്റ് അല്ല. ഇതിനകത്ത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോസ് ഒക്കെ ഇട്ടിട്ടുള്ള ഓംലേറ്റ് ആണ് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണല്ലോ. അല്ലാതെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. ചില സമയത്ത് ആളുടെ മൂഡ് പോലെ ഇന്നിപ്പോൾ ഇച്ചിരി മൂഡ് കുറവായതുകൊണ്ട് ഞാനതൊരു ഓംലേറ്റ് പോലെ രൂപത്തിലാക്കി കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ കളിപ്പാട്ടമൊന്നും വാങ്ങിച്ച് ഇപ്പം ഞങ്ങൾ അങ്ങനെ പൈസ കളയാറില്ല. കാരണം ഇതുപോലെ തവിയോ അങ്ങനെയൊക്കെ സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ ആ തവി ഇച്ചിരി അപകടകാരിയായെന്ന് തോന്നിയോണ്ട് അത് ഞാൻ വാങ്ങിച്ചിട്ട് കയ്യിൽ ചെറിയൊരു അരിപ്പയും കൊടുത്തു കേട്ടോ. ഏകദേശം കുക്കിംഗ് പരിപാടികളൊക്കെ തീർന്നപ്പോഴത്തേക്കും ഞാൻ പയ്യെ ക്ലീനിങ്ങും അതിൻ്റെ ഇടയ്ക്ക് ദേ ഇവനെയുള്ള ഊട്ടലും പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ഓടി ഒരു ദിവസം നമ്മൾ മടുക്കുമെന്ന് പറയാം കേട്ടോ. എല്ലാവരും പറയുന്നത് ഒന്നും ആയിട്ടില്ല, ഇനി നടക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഇതിനേക്കാൾ ഓടാൻ കിടക്കുന്നു എന്നാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവരങ്ങ് വലുതാവും ട്ടോ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു മെമ്മറീസ് ആയിട്ട് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് ട്ടോ. ഈ ഒരു ഫ്രൂട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലിങ്കിറ്റീന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് കണ്ടപ്പോഴും പിന്നെ അകത്ത് കളറൊക്കെ കണ്ടപ്പോൾ കൗതുകം തോന്നി വാങ്ങിയതാണേ. വലിയ ആഗ്രഹത്തോടു കൂടെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ആദ്യത്തെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നല്ല പുളിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങയൊക്കെ പോലെ ഏകദേശം ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ ടേസ്റ്റ് അത്രയും പോലും കൊള്ളത്തില്ല കേട്ടോ. പിന്നെ വാങ്ങിയതല്ലേ, പൈസ വെറുതെ കളയണ്ട എന്നോർത്ത് ഞാൻ കുറച്ചൊക്കെ കഴിക്കാൻ നോക്കി. ഉപ്പ് കൂട്ടി കഴിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പറഞ്ഞല്ലോ ഒരു പണി ചെയ്യണമെങ്കിൽ മണിക്കൂറുകളെടുത്ത് വേണം നമ്മുടെ പരിപാടിയൊന്ന് തീർക്കാനേ. അതിൻ്റെ ഇടയ്ക്ക് ദേ എൻ്റെ സാറിങ്ങനെ വരുമ്പോൾ സാറിന് ഇടയ്ക്കിടയ്ക്ക് ഊട്ടി കൊടുക്കണം, സന്തോഷിപ്പിച്ച് വിടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മുടെ പണിയൊക്കെ തീർക്കാൻ. ഓക്കെ, ഇതൊക്കെ പിന്നെ എൻ്റെ മാത്രം കഥയല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലാറ്റുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും വേറെ ആരും കൂടെ ഇല്ലാത്തവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലായിടത്തെയും കാഴ്ചകളെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.